ഹലോ എവരിവൺ, എല്ലാവർക്കും മാജിക് മസാലയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്ക വെച്ചിട്ടുള്ള ഒരു സ്പഞ്ച് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. 1/2 കപ്പ് പഞ്ചസാര, അതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 ഗ്രാമ്പു ചേർത്ത് നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം. നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കണം. അതിനായിട്ട് ഒരു അരിപ്പയിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 2 നുള്ളു ഉപ്പ് എല്ലാം ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് അരിച്ചെടുക്കാം. ഇതുപോലെ 3 തവണ ഞാൻ അരിച്ചെടുക്കുന്നുണ്ട്. നല്ലതുപോലെ എല്ലാതും മിക്സായി കിട്ടും. ഇനി ഒരു 4 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ജാറിൽ ഒട്ടും വെള്ളം തന്നെ ഉണ്ടാവാൻ പാടില്ല. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഹൈയിലിട്ടിട്ട് ഒരു 2 മിനിറ്റ് നല്ലതുപോലെ അടിച്ചെടുക്കണം. ഇനി അതിലേക്ക് പൊടിച്ചു വെച്ച പഞ്ചസാര കൂടി ചേർത്ത് ഹൈയിലിട്ട് ഒരു 2 മിനിറ്റ് കൂടി നന്നായി പതപ്പിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് 1/4 കപ്പ് ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരം ഓയിൽ വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഓയിൽ ഒഴിച്ചതിന് ശേഷം അധിക സമയം അടിക്കാൻ പാടില്ല. ഒരു 2 സെക്കൻഡൊക്കെ ഒന്ന് അടിച്ചെടുത്താൽ മതിയാവും. അതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരുമിച്ചാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരേ ഡയറക്ഷനിൽ മിക്സ് ചെയ്യാൻ ശ്രമിക്കുക. മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി 1/2 കപ്പ് ചക്ക ഞാൻ എടുത്തിട്ടുണ്ട്. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചക്കയാണ്. അത് ഞാൻ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഇനി ചക്കയുടെ മിക്സ് നമുക്ക് ഈ ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇതാണ് കൺസിസ്റ്റൻസി. നമുക്കിതൊരു കേക്ക് ടീനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് 3-4 പ്രാവശ്യം ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കും. കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നട്ട്സ് വേണമെങ്കിൽ നട്ട്സ് ഇട്ട് കൊടുക്കും. അതിനുശേഷം ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ എയർ ഫ്രയറിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്യുന്നത്. ഒരു 180 ഡിഗ്രിയിൽ 25 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് സ്റ്റൗവിൽ വെച്ച് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 25 to 30 മിനിറ്റ്സ് വെച്ചാൽ മതിയാവും. ഇപ്പോൾ ഒരു 25 മിനിറ്റ് ആയിട്ടുണ്ട്. കേക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമുക്കിത് തണുത്തതിന് ശേഷം കേക്ക് ടിന്നിൽ നിന്ന് മാറ്റി കൊടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റുള്ള ചക്ക വെച്ചിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. താങ്ക് യു.